കോഴിക്കോട് കോൺഗ്രസിൽ വീണ്ടും രാജിയാണ്. DCC ജനറൽ സെക്രട്ടറി NV ബാബുരാജാണ് രാജിവെച്ചത്. നേരത്തെ നടക്കാവ് കൗൺസിലർ അൽഫോൺസ് രാജിവെച്ച ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരുന്നു. കഴിഞ്ഞ 4.5 വർഷമായി പാർട്ടിയിൽ യാതൊരു പ്രവർത്തനം നടത്താത്ത ഒരു മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെ, ആ വാർഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെ നൂലിൽ കെട്ടി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് വാർഡ് 65 എരഞ്ഞിപ്പാലത്ത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ചതായി അറിയിക്കുന്നു. ശിഷ്ടത്തിന് താറാറാന്നല്ല പറഞ്ഞത്, പാർട്ടിക്കല്ല താറാറ്, ശിഷ്ടത്തിന് താറാറ്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ നിലവിലെ സ്ഥാനം പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെക്കുന്നു എന്നാണ് ഇപ്പോൾ ബാബുരാജ് പറയുന്നത്. ഇനി എന്താണ് ഭാവി പരിപാടി? മറ്റേതെങ്കിലും പാർട്ടിയുടെ വാതിൽ തുറന്നിട്ടിട്ടുണ്ടോ? സ്മൃതി, സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോൺഗ്രസിൽ നടക്കുന്ന മൂന്നാമത്തെ രാജിയാണ്. DCC ജനറൽ സെക്രട്ടറിയാണ് ബാബുരാജ്. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം CPM കോൺഗ്രസ് കൂട്ടുകെട്ടിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അഴിമതിയുടെ കൂടാരത്തിലെ 2 പാർട്ടികളാണ് CPM-ഉം ഒപ്പം തന്നെ കോൺഗ്രസും എന്ന് പറയുന്നു. അത് ഇവിടെ ഒരു നെക്സസ് ആണെന്ന് പറയുന്നു. പക്ഷേ BJP അദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത് എരഞ്ഞിപ്പാലം ഡിവിഷനാണ്. എരഞ്ഞിപ്പാലം ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല. BJP-യിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രധാനമന്ത്രി മോദി അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇവിടെ കോഴിക്കോട് നഗരത്തിലായിക്കോട്ടെ കോൺഗ്രസിൽ പെട്ടുതൂക്കി നടക്കാത്തവർക്കും ഒപ്പം തന്നെ ഗ്രൂപ്പ് കളിക്കാത്തവർക്കും ഒന്നും തന്നെ സ്ഥാനങ്ങളില്ല, പരിഗണനയില്ല. പരാതി പറയാൻ പോലും മുതിർന്ന നേതാക്കൾ കോഴിക്കോട് ഇല്ല എന്നൊരു ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എരഞ്ഞിപ്പാലം ഡിവിഷനിൽ 6 പേരുടെ പേരാണ് വാർഡ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. അതിൽ KPC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉണ്ടായിരുന്നു. പക്ഷേ നിയാസ് ഉൾപ്പെടെ തോൽവി ഭയന്നുകൊണ്ട് പാറപ്പൊടി വാർഡിലേക്ക് പോയി. പകരം അവിടെയുള്ള ബാക്കിയുള്ള 5 ആളുകളുണ്ടായിരുന്നു, മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു, താൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടായിരുന്നു. അവരാരും തന്നെ പരിഗണിക്കാതെ വെള്ളയിൽ ഭാഗത്തുള്ള CP സലീം എന്ന് പറയുന്ന മുൻ ബ്ലോക്ക് സെക്രട്ടറി അവിടെ നൂല് കെട്ടി ഇറക്കി എന്നൊരു പരാതിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ നേതൃത്വത്തോടെ ഈ പരാതി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നൊരു കൗതുകരമായ കാര്യം കൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തനിക്ക് 65 വയസ്സായി, ഇനി മത്സരിക്കാനൊന്നും തന്നെ അവസരമില്ല. ഇത്ര കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളെ പരിഗണിക്കാതെ പുറമേ നിന്നൊരാളെ നൂല് കെട്ടിറക്കി അതിൻ്റെ അമർഷത്തിൽ താൻ രാജിവെക്കുന്നു, പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നു എന്നാണ് ബാബുരാജ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ രാഷ്ട്രീയ മേഖല തന്നെയുണ്ട്, ഏത് പാർട്ടി എന്ന് വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് ബാബുരാജ് പറഞ്ഞിരിക്കുന്നത്. ഈ സീറ്റിനെ ചൊല്ലി മൂന്നാമത്തെ രാജിയാണ് കോഴിക്കോട് നഗരത്തിൽ നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള രാജി വാർത്തകളാണ് വരുന്നത്. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.